നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ നടത്തിയ സമരത്തിന് നേരെ പോലീസ് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചെന്ന സംഭവത്തിൽ പരാതി നൽകാൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നേരിട്ട് പോലീസ് സ്റ്റേഷനിലെത്തി. പെല്ലറ്റ് ഗൺ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥി സാഹിൽ ലോച്ചബിനെയും ഒപ്പം കൂട്ടിയാണ് അദ്ദേഹം വെള്ളിയാഴ്ച പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. വിദ്യാർത്ഥിയുടെ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറാകാത്തതിനെ തുടർന്നാണ് രാഹുൽ ഗാന്ധി നേരിട്ടിറങ്ങിയത്. ആദ്യം മന്ദിർഗബാർക്ക് പോലീസ് സ്റ്റേഷനിലാണ് രാഹുൽ ഗാന്ധി വിദ്യാർത്ഥിയും എത്തിയത്. എന്നാൽ അവിടെ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് വിസമ്മതിച്ചതിനെ തുടർന്നാണ് അദ്ദേഹം പാർലമെന്റ് സ്ട്രീറ്റിലെ DCP ഓഫീസിലേക്ക് എത്തിയത്. കേസ് രജിസ്റ്റർ ചെയ്യാതെ മടങ്ങില്ലെന്ന കർശന നിലപാടിലാണ് അദ്ദേഹം. DCP ഓഫീസിലെത്തിയ അദ്ദേഹം പോലീസ് നടപടിയെക്കുറിച്ചുള്ള അന്വേഷണം ഏത് ഘട്ടത്തിലാണെന്നും ഇതുവരെ സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയെന്ന് ഉദ്യോഗസ്ഥരോട് ചോദിച്ചറിഞ്ഞു. അന്വേഷണത്തിന്റെ യഥാർത്ഥ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിനായി അദ്ദേഹം നേരിട്ട് പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയായിരുന്നു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. സാഹിൽ ലോച്ചബ് എന്ന വിദ്യാർത്ഥിക്കാണ് പരിക്കേറ്റത്. ഈ വിദ്യാർത്ഥിയുടെ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. സാഹിൽ നേരത്തെ ഡൽഹി പോലീസിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ നൽകാൻ പോലീസ് തയ്യാറായില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. ആദ്യം ഈ വിദ്യാർത്ഥിയുമായി മറ്റൊരു സ്റ്റേഷനിലെത്തി അവിടെ പരാതി സ്വീകരിക്കാത്തതിനാലാണ് വീണ്ടും രാഹുൽ ഗാന്ധി അവിടെ നിന്ന് മടങ്ങിയത്. പരിക്കേറ്റ വിദ്യാർത്ഥിക്കൊപ്പം അമ്മയും രാഹുലിനൊപ്പമുണ്ട്. കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്താനുള്ള ശ്രമത്തിലാണ്. മുൻകരുതലിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ് അടച്ചു. രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കാണുമെന്നാണ് വിവരം. ജൂലൈ 20-ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന സൻസദ് ചലോ മാർച്ചിനിടെയാണ് സംഘർഷമുണ്ടായത്. സമാധാനപരമായി നടന്ന സമരത്തിന് നേരെ പോലീസ് ലാത്തിചാർജ് നടത്തുകയും കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ചെയ്തിരുന്നു. ഇതിനു പുറമെയാണ് വിദ്യാർത്ഥികളെ നേരിടാൻ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചെന്ന ഗുരുതര ആരോപണം ഉയർന്നത്. 19-കാരനായ സാഹിൽ ലോച്ചബ് ഉൾപ്പെടെ നിരവധി പേർക്ക് പെല്ലറ്റ് ഗൺ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. സാഹിലിന്റെ കണ്ണിനാണ് പരിക്കേറ്റത്. എയിംസിൽ ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥിയുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടേക്കാം എന്ന ആശങ്കയുമുണ്ട്. എന്നാൽ സമരക്കാർക്ക് നേരെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചിട്ടില്ലെന്നായിരുന്നു ഡൽഹി പോലീസിന്റെയും സർക്കാരിന്റെയും വിശദീകരണം. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു, മന്ത്രി ജിതേന്ദ്ര സിംഗ് എന്നിവർ പാർലമെന്റിന്റെ ആരോപണങ്ങൾ നിഷേധിച്ചിരുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മറുപടി തേടി കോൺഗ്രസ് നിരന്തരം പാർലമെന്റ് സ്തംഭിപ്പിച്ചെങ്കിലും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. ഇതിന് പിന്നാലെ ജൂലൈ 24-ന് പരിക്കേറ്റ വിദ്യാർത്ഥികളെ നേരിട്ട് മാധ്യമപ്രവർത്തകർക്ക് മുന്നിലെത്തിച്ച് രാഹുൽ ഗാന്ധി പോലീസിന്റെ വാദങ്ങൾ പൊളിച്ചിരുന്നു. വിദ്യാർത്ഥികളുടെ ശരീരത്തിൽ നിന്ന് ശസ്ത്രക്രിയയിലൂടെ പെല്ലറ്റുകൾ പുറത്തെടുത്തതിന്റെ മെഡിക്കൽ രേഖകളും അദ്ദേഹം പുറത്തുവിട്ടിരുന്നു. രാജ്യ തലസ്ഥാനത്ത് വിദ്യാർത്ഥികൾക്ക് നേരെ ഇത്തരം ആയുധങ്ങൾ ഉപയോഗിച്ചത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അതേസമയം സമരക്കാർക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം 5-അംഗ ഉന്നത അധികാര സമിതിയെ നിയോഗിച്ചിരുന്നു. ഈ സമിതിയുടെ അന്വേഷണ പരിധിയിൽ പെല്ലറ്റ് ഗൺ പ്രയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തോടെ സമരത്തിന് നേരെ ഉണ്ടായ പോലീസ് അതിക്രമം വീണ്ടും ദേശീയ തലത്തിൽ ചർച്ചയായിരിക്കുകയാണ്. സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള കർശന നടപടികളുടെയോ അന്വേഷണ റിപ്പോർട്ടിന്റെയോ പൂർണ്ണ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. വിഷയത്തിൽ രാഹുൽ ഗാന്ധി സ്വീകരിച്ചിട്ടുള്ള കർശന നിലപാട് പോലീസിനും സർക്കാരിനും വലിയ സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നത്. അന്വേഷണ റിപ്പോർട്ട് പൂർണ്ണമായി പുറത്തു വന്നാൽ മാത്രമേ തുടർ നടപടികൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാകൂ. അതുവരെ വിഷയത്തിൽ ശക്തമായ ഇടപെടലുമായി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ജനാധിപത്യപരമായി സമരം ചെയ്യുന്ന യുവാക്കളെ അടിച്ചമർത്താൻ അനുവദിക്കില്ലെന്നും രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. വരും ദിവസങ്ങളിലും ഈ വിഷയം പാർലമെന്റിൽ അടക്കം ഉന്നയിക്കാൻ പ്രതിപക്ഷം തയ്യാറെടുക്കുകയാണ്. പോലീസിന്റെ ഭാഗത്തു നിന്ന് നീതിയുക്തമായ അന്വേഷണം ഉണ്ടായില്ലെങ്കിൽ വിഷയം കൂടുതൽ സങ്കീർണമാകാനാണ് സാധ്യത.